ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെജിറ്റബിൾ ബ്രെഡ് സാൻഡ്വിച്ചാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഒരു വലിയ സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു കുക്കുംബറിൻ്റെ പകുതി നീളത്തിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ചാട്ട് മസാലയും ചേർത്ത് കൊടുക്കുക. ചാട്ട് മസാല ഒരു 1/4 അതിൻ്റെ 2ൻ്റെ ഇടയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചാട്ട് മസാലയും ചേർത്ത് കൊടുക്കുക. ചാട്ട് മസാല കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം നാരങ്ങയുടെ നീര് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ ചാട്ട് മസാലയ്ക്ക് അത്യാവശ്യം ഒരു പുളിയും നല്ലൊരു ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ മാത്രം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് നെയ്യ് ഉപയോഗിക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ബ്രെഡിൽ നിന്ന് ഒരു പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഇത് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ കുക്ക് ചെയ്യാനായിട്ട്. ഇനി ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾ വെച്ച് കൊടുക്കാം. വെജിറ്റബിളൊക്കെ ഫില്ലിംഗ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര കൂടുതൽ വേണം അല്ലെങ്കിൽ എത്ര കുറവ് വേണം അതിനനുസരിച്ച് നമുക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെജിറ്റബിളും അതുപോലെ തന്നെ ബ്രെഡും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് 10 മണിക്ക് വിശക്കുന്നെന്ന് പറയുമ്പോൾ അപ്പോഴോ അല്ലെങ്കിൽ 4 മണിക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് മറ്റൊരു ബ്രെഡ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു ഭാഗം ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒരല്പം ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക. തിരിച്ചിടുന്ന സമയത്ത് ആ ഒരു ഭാഗം കൂടി അത്യാവശ്യം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാനാണ് നമ്മൾ ആ ഒരു ഭാഗത്തു കൂടി ബട്ടർ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളിതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് വെജിറ്റബിളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കേട്ടോ മറക്കരുത്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു അടിപൊളി സാൻഡ്വിച്ചാണ്. അപ്പോൾ അത് 2 ഭാഗവും ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഈ വെജിറ്റബിൾ ബ്രെഡ് സാൻഡ്വിച്ച്. നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.